മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് ബി.ജെ.പി. വക്താവ് പ്രിന്റു മഹാദേവിനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. തൃശൂരിലെ വസതിയിൽ അടക്കമാണ് തെരച്ചിൽ നടത്തുന്നത്. ബി.ജെ.പി. തൃശൂർ ജില്ലാ ഭാരവാഹികളുടെ വീടുകളിലും പോലീസ് റെയ്ഡ് നടത്തി. ന്യൂസ് 18 ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ കൊലവിളിയിൽ പോലീസ് പ്രിന്റുവിന് എതിരെ കേസ് എടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ഡാനി ഇപ്പോൾ ആണ് ചേരുന്നത്. ഡാനി, ന്യൂസ് 18 ചർച്ചയിൽ ആയിരുന്നു രാഹുൽ ഗാന്ധിക്ക് നേരെ കൊലവിളി സംഭാഷണം പ്രിന്റു നടത്തിയത്. പ്രിന്റുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിയമസഭയിലടക്കം പലപ്പോഴായി ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും നിയമസഭ പ്രക്ഷുബ്ധമാവുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. പ്രിന്റുവിനെ പിടികൂടുക എന്നത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഇതിൽ പ്രിന്റുവിനെതിരെ നടപടി വൈകുന്നു എന്നൊരു വലിയ ആരോപണമെല്ലാം തന്നെ കോൺഗ്രസ് ഉയർത്തിയിരുന്നു. ഒരു മൃദു സമീപനം എന്ന രീതിയിലേക്ക് സർക്കാർ പോകുന്നു എന്ന രീതിയിലുള്ള വലിയ ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇന്ന് നിയമസഭയിലും അതത് ന്യൂസ് 18 വാർത്ത ഇത് ചർച്ചയായിരുന്നു. ന്യൂസ് 18 നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴുമെന്ന വളരെ വിവാദമായ ഒരു പരാമർശം ഇയാൾ നടത്തുകയും ചെയ്തത്. തുടർന്ന് വലിയ രീതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം ഇതിൻ്റെ ഒരു പ്രതിഷേധത്തിലേക്ക് അടക്കം പോവുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും ഈ പോലീസിലേക്ക് ഈ പരാതി നൽകുക, നടപടി എന്ന രീതിയിലെല്ലാം തന്നെ വൈകിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ പേരാമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ പേരാമംഗലം പോലീസിൽ ലഭിച്ച പരാതി KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ നൽകിയ പരാതിയാണ്. അതിൽ തുടർന്ന് ഉടൻ നടപടി ഉണ്ടായെന്നാണ് ഇന്ന് മന്ത്രി MP രാജേഷ് അടക്കുന്ന വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിനുശേഷം പോലീസ് നടപടികൾ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നു. ഇതിനെ തുടർന്നാണ് പ്രിന്റു മഹാദേവനെ തെരഞ്ഞുകൊണ്ട് ഇന്ന് പോലീസ് പരിശോധന നടത്തിയത്. തൃശ്ശൂരിലെ BJP നേതാക്കളുടെ വസതികൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പരിശോധന നടന്നത്. BJP സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ അയനിക്കുന്നതിൻ്റെ വീട്ടിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗോപിയുടെ വീട്ടിലുമാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയത്. ഇങ്ങനെ പലയിടങ്ങളിലും ഇദ്ദേഹം ഇതിനോട് അടുത്ത ബന്ധം പുലർത്തുന്ന പല സ്ഥലങ്ങളിലും തന്നെയും പോലീസ് പരിശോധനകൾ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ ഈ വിവാദ പരാമർശത്തിന് ശേഷം വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഇയാൾക്കെതിരെ ഉയർന്നു വന്നത്. ഇതിനുശേഷം നൽകിയ പരാതിയിൽ കലാപാഹ്വാനം അടക്കമുള്ള കാര്യങ്ങൾ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ തന്നെ അമിത്ഷായ്ക്ക്, BJP ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷായ്ക്ക് അടക്കം കത്ത് നൽകിയത് ഇക്കാര്യത്തിൽ ഉടൻ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിന്റുവിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുകയും ചെയ്തു. നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഈ BJPയിൽ നിന്ന് സംഘടനാപരമായ ഒന്നും ഈ പരാമർശത്തിന് അനുകൂലമായിട്ട് ലഭിക്കുന്നില്ല. ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാകുന്നു ഇയാളുടെ ഒരു ശബ്ദമെന്നാണ്. കോൺഗ്രസ് ഇയാൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചകളിലും ചാനൽ ചർച്ചകളിലോ ഒന്നും തന്നെ ആരും തന്നെ പങ്കെടുക്കേണ്ടതില്ല എന്നെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശക്തമായൊരു പ്രതിഷേധം കോൺഗ്രസിനകത്ത് നിന്ന് ഇയാൾക്കെതിരെ തന്നെ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിലെ വസതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. പോലീസ് മാർച്ച് തടഞ്ഞു. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോലീസും നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നു. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് അറിയാൻ കഴിയുന്നത് തൃശ്ശൂരിലെ പലയിടങ്ങളിലും തന്നെയാണ് പരിശോധന നടത്തിയതെന്നാണ്. തൃശ്ശൂരിലെ ഒരു സ്കൂളിൽ അധ്യാപകനാണ്, UP വിഭാഗം അധ്യാപകനാണ് പ്രിന്റു മഹാദേവൻ. മലപ്പുറം സ്വദേശിയാണ്. ഏതായാലും ഈ മേഖലകളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. അഭിലാഷ്, കഴിഞ്ഞ ദിവസം ആയിരുന്നു ന്യൂസ് 18 സ്പെഷ്യൽ ഡിബേറ്റിൽ പ്രിന്റു മഹാദേവിന്റെ വിവാദപരമായ പരാമർശം ഉണ്ടാകുന്നത്. രാഹുൽ ഗാന്ധിക്ക് നേരെ കൊലവിളി പ്രസംഗമായിരുന്നു നടത്തിയത്. ദേശീയ തലത്തിലടക്കം ഈ വിഷയം ചർച്ചയാവുകയും കോൺഗ്രസ് ആ വിഷയത്തെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. സംസ്ഥാനത്തും സർക്കാരിനെതിരെ വലിയ വിമർശനം കോൺഗ്രസ് ഉന്നയിച്ചു. അതായത് RSSന്റെ BJPയുടെ നേതാവ് ഇത്തരത്തിൽ കൊലവിളി പ്രസംഗം നടത്തുമ്പോൾ അയാൾക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് ഭയമാണ് എന്ന മട്ടിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. നിയമസഭയിലും വിഷയം പലപ്പോഴായി കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഈ കേസെടുത്ത പോലീസ് പ്രിന്റുവിനായി തെരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇനി പ്രിന്റു മറ്റ് നിയമ നടപടികളിലേക്ക്, ഒരു പക്ഷേ മുൻകൂർ ജാമ്യമോ അത്തരം നിയമ നടപടികളിലേക്ക് കടക്കുമോ എന്നതിലുമൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്.